ഹലോ ഗായ്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു മസാല കൊഴുക്കട്ടേൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് ഞാൻ കടലയെല്ലാം ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടെല്ലാം പുതിർത്ത് വെച്ച് കഴുകി അടുപ്പത്ത് വെച്ച് മഞ്ഞൾ, മുളക്, മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് കടലയെല്ലാം അടുപ്പത്ത് വെച്ച് എല്ലാം ഏകദേശം വെന്ത് വന്നു. പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ഇത് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ കടല വെന്തു, അതിന് വേണ്ടുന്ന ഉപ്പിട്ടു. കടല നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുക്കറിൽ വേണ്ടിയെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പക്ഷേ വലിയ പരന്ന പോലത്തെ പാത്രമായതുകൊണ്ട് നമുക്ക് കൊഴുക്കട്ടേൻ്റെ ഉരുള ചെറുങ്ങനെ ഉരുട്ടിയിടേണ്ടതാണ്. അത് ഈ വെള്ളത്തിൽ വേണം ഇടാൻ. ഈ കടല വെന്ത ഈ മസാല വെള്ളത്തിൽ വേണം. ഇത് അതിന് വേണ്ടിയിട്ട് അരിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിപ്പൊടി കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു ഉരുളകളായി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. കടലക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഈ കൂട്ടിന് വേണ്ടുന്ന ഉപ്പിട്ടിട്ടാണ് ഞാനിതെല്ലാം കുഴച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞു ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഇതേപോലെ ഉരുട്ടി എന്നിട്ടാണ് ഇതിൻ്റെ അകത്ത് വേണം നമുക്കിത് ഇട്ടിട്ട് വേവിക്കാൻ. ഈ മസാലേൻ്റെ അകത്ത് കടല ഇതെല്ലാം കൂടിയുള്ള ഈ മസാലയിലാണ് കുഞ്ഞൊരു ഉരുളകൾ കണ്ട. ഇതേപോലെ വേണം ഇത് ഇതിൻ്റെ അകത്താക്കാൻ. എന്നിട്ടത് അതിൽ നിന്ന് അങ്ങനെ വേവണം. നമ്മൾ കൊഴുക്കട്ട സാധാരണ ആവിക്ക് വെച്ചിട്ട് വെള്ളത്തിലെല്ലാം ഇട്ടിട്ട് വേവിക്കൂലേ, ഇത് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇട്ടിട്ട് വേവിക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് വെന്ത് കഴിഞ്ഞാൽ തേങ്ങ വറുത്തിടും ഇതിന്. അപ്പോൾ ടേസ്റ്റ് കൂടും. നല്ല ടേസ്റ്റാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, രാത്രി ആയാലും കഴിക്കാം, വൈകുന്നേരം ചായക്കായി കഴിഞ്ഞാലും കഴിക്കാം. എങ്ങനെ വേണ്ടിയെങ്കിലും നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ആക്കലുണ്ട്. അങ്ങനെ വീഡിയോയിൽ ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചതായാലും ഇതൊന്ന് വീഡിയോ പിടിച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊന്നും ആക്കുന്നത്. അപ്പം വേഗം സ്പീഡിലാക്കാം. നമുക്ക് വേറെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ പിന്നെ വേഗം കഴിയും ഉരുളകളാക്കിയിട്ട്. ഇല്ലേ പിന്നെ മുൻകൂട്ടിയിട്ട് ഉരുളയാക്കിയിട്ട് വെക്കണം. എന്നിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടണം. ഇതാകുമ്പോൾ ഇങ്ങനെ അന്നേരം തന്നെ എല്ലാം ചെയ്തങ്ങ് ഇടാനോ. ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് വെളിയിൽ പോകാനും ഇല്ലായിരിക്കും. ഇത് കുറച്ച് വൈകിയാലും കുഴപ്പമില്ലല്ലോ. അധികം വണ്ണത്തിലായി കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ഇത് കുഞ്ഞുള്ള കടലേനെക്കാട്ടും കുറച്ച് വെള്ളം ഇതിലും ചെറുതാക്കിയിട്ട് വേണ്ടിക്കൽ ഇടാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇടാം. ഞാനിങ്ങനത്തെ ഇത്രയും ഏകദേശം വണ്ണത്തിലാകുന്നുണ്ട്. ഈ വെള്ളത്തിൽ വേണം ഇതിങ്ങനെ വേവാൻ. പഞ്ചവർണ്ണക്കിളിവാലൻ തളിർവെറ്റിലകിന്നിട്ടോ തമ്പുരാട്ടി ചുണ്ടു രണ്ടും ചുവന്നല്ലോ.
വേഗം ഞാൻ ഉരുട്ടിയിടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കുറേ നീണ്ടു പോകും വീഡിയോ. അതുകൊണ്ട് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് വേഗം ചെയ്യുകയാണ്. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആ ഉരുളകളെല്ലാം വെന്തോളും. വേഗം കഴിയുന്ന പരിപാടിയാണ്. അധികം പിന്നെ ഈ ഇത് ഉരുട്ടി ഇതിലിട്ട് ഒന്ന് വേവാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടെല്ലാം കണ്ട, ഒന്ന് അരിഞ്ഞൊന്നും പോകുന്നില്ല. ഇതിൻ്റെ അകത്ത് ഈ ഉരുളകൾ ഇതിലിങ്ങനെ അരിഞ്ഞു പോകുന്നില്ല. ആവശ്യത്തിന് വെള്ളമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരുന്നു അങ്ങനെ വെന്തോളും. എന്നിട്ട് അതെല്ലാം വറ്റി എല്ലാം ക്ലിയറായിട്ട് വരും. വെള്ളമൊന്നും ഉണ്ടാവുന്നില്ല, നല്ല കട്ട പോലെ തന്നെയുണ്ട്. അധികം വെള്ളത്തിലൊന്നും ആക്കി കഴിഞ്ഞാൽ വിചാരിക്കും നല്ല ടേസ്റ്റ്. പിന്നെ വേറെ കറിയൊന്നും വേണ്ടല്ലോ. ഇത് തന്നെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും നമ്മളാക്കുമ്പോൾ അതിന് കറികളെല്ലാം വേണ്ട. ഇതാകുമ്പോൾ കറി വേണ്ട, ഒരു നേരത്തെ സാധാരണക്കാരുടെ ഭക്ഷണം അതാണിത്. പണ്ടത്തെ കാലത്തല്ലേ അമ്മമാരെല്ലാം ചെയ്യുന്നതാണ്. അങ്ങനെ നേരം ചെയ്യുന്നതാണ്. പിന്നെ പണ്ടത്തെ അതിപ്പോൾ തുടർന്നു. പണ്ട് കഴിച്ച ആ സ്വാദിൽ നമ്മളിന്നും നമ്മളെ കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എല്ലാ ദിവസവും ഒരേ പലഹാരം തന്നെ ആക്കുമ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിക്കാമല്ലോ. അതിന് വേണ്ടി ചെയ്യണം. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോവാം. കുറച്ച് നേരം മെനക്കെടണമെന്നേ ഉള്ളൂ. ഇത് ഉരുട്ടിയിലിടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നേരത്തെ ഒരു ടൈം അത്രയും ഉണ്ട്. അപ്പോഴത്തേക്കെല്ലാം റെഡി ആയിട്ടുണ്ടാവും. ആദ്യം ഉരുട്ടിയിട്ടതെല്ലാം വെന്തിട്ടുണ്ടാവും. അങ്ങനെ ഏകദേശം നമ്മുടെ ഉരുളകളെല്ലാം ഉരുട്ടി തീരാറായിട്ടുണ്ട് ഗൈസ്. കുറച്ച് കൂടിയേ ഉള്ളൂ, ഇത്രയും കൂടിയേ ഉള്ളൂ. അതും കൂടിയായാൽ എല്ലാം തീർന്ന്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി അടച്ച് വെക്കാം. അധികം നേരമൊന്നും വേണ്ട, കുറച്ച് സമയമുണ്ട്. അപ്പോഴത്തേക്കെല്ലാം റെഡിയായി. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. വേഗമായിക്കൊണ്ട് ടൈമില്ല വേഗം നോക്കും. ഇതാന്ന് പറയുമ്പോഴത്തേക്ക് വേഗം ഉരുട്ടിയിട്ടു. എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ മസാല കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ട്. മസാല കുഴക്കട്ടെ, വേഗം നോക്കൂ, സമയമില്ല. ഇതാ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീഡപ്പ് എന്താ സ്പീഡായി കഴിഞ്ഞാൽ ഉരുട്ടിക്ക് ഇട്ട് വേവണ്ടേ. ആവാൻ പാർക്കാതെ അഴിയാൻ നേരമില്ലാത്തെന്ന് പറഞ്ഞാൽ വേഗം ആവട്ടെ.
ചില ഉരുളകളെല്ലാം വലുതായിപ്പോയോ എന്നൊരു ഡൗട്ട്. ഞാൻ തിരക്കാക്കിയിട്ട് കുഴപ്പമില്ല, എന്നാലും സാരമില്ല. വേഗം നോക്കിയിട്ട് നോക്കുമ്പോൾ ഉരുളുകൾക്ക് വണ്ണം വെച്ച് വേഗം തീരാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ തിരക്കാക്കിയത്. നിങ്ങൾക്കൊന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കണ്ടല്ലോ. എത്രയാണപ്പാ ഇത് വീഡിയോ ഇങ്ങനെ നീണ്ടു പോകുന്നു എന്നുള്ള ഒരു ഇതുണ്ടാവും. ഇതുണ്ടാക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും കാണും, തീർച്ച. ഇതാ അങ്ങനെ ഉരുളകളെല്ലാം തീർന്നു. എല്ലാം ഞാൻ വിട്ടിട്ട് കഴിഞ്ഞു ഗൈസ്. എല്ലാം ഇളക്കിയിട്ട് ഞാൻ ഇവിടെ അടച്ച് വെക്കാം. അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി വറുത്തിടാനുള്ളത്, ഇത് വേകുമ്പോഴത്തേക്ക് വറുത്തിടാനുള്ള ഇതും കൂടി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. തേങ്ങ വറുത്തിടാനുള്ളതാണ്. അപ്പോൾ തേങ്ങയും കൂടി വറുത്തിട്ടായി കഴിഞ്ഞാൽ എല്ലാം റെഡിയായില്ലേ ഗൈസ്. ഇതായി വിടുന്ന തേങ്ങയാണ്. അപ്പം ചീൻചട്ടി കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നും കട്ടിയായിട്ട് തണുപ്പ് കൊണ്ട് വെളിച്ചെണ്ണയൊന്നും കട്ടയായിപ്പോയി ഗൈസ്. അപ്പോൾ വീഴുന്നില്ല ഗൈസ്. വെളിച്ചെണ്ണ കട്ടയായത് കാരണം നമ്മൾ വെച്ച ഹോൾസിൽ കൂടി വീഴുന്നില്ല. രാവിലെ തന്നെ എനിക്ക് പണി തരികയാണ് വെളിച്ചെണ്ണ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്തേക്ക് തേങ്ങ എടുത്തിട്ട് തേങ്ങ ഉരുളകൾ വെന്ത് ആകുമ്പോഴത്തേക്ക് നമുക്ക് വറുത്തിടാനോ. അപ്പം എല്ലാം ഒരുമിച്ച് തന്നെയായില്ലേ. ഇളക്കി വറുത്തിട്ടേ. ഞാൻ ഉപ്പെല്ലാം നോക്കട്ടെ. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി വേറെ ഉപ്പൊന്നും കണ്ടുവേണ്ടില്ല. അപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇതാവുമ്പോഴത്തേക്ക് തേങ്ങയും കൂടി വറുത്തിട്ട് ഇതിനകത്തേക്ക് സാധാരണ നമ്മൾ തേങ്ങ വറുക്കുന്ന അതേപോലെ തന്നെ നല്ല ചുവന്ന ഇതായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് അത് അതിലേക്ക് ഇട്ടുക. ആ വറവ് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പം നല്ല കറിവേപ്പിലേൻ്റെ മണവും ടേസ്റ്റെല്ലാം ഉണ്ടാവും. കറിവേപ്പില എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാനാക്കുന്ന കറികൾക്കും കറിവേപ്പിലയില്ല ഗൈസ്. കറിവേപ്പിലയെല്ലാം പോയി എന്ന് പറഞ്ഞില്ലേ ഞാൻ. കറിവേപ്പിലില്ലാത്ത കറികളാണ്. കുഴപ്പമില്ല, ഞാൻ പിന്നെ ഉള്ളതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. തേങ്ങ ഏകദേശം ഇതാ നല്ല ചോന്ന് വരുന്നുണ്ട്. അധികം കരിഞ്ഞ് പോകാൻ പാടില്ല, പാകത്തിനെ ആക്കാൻ പാടില്ല. പിന്നെ കരിഞ്ഞ തേങ്ങേൻ്റെ ചുവ വന്നില്ല.
ഇതിലേക്ക് ഇടുന്നുണ്ടേ. ഗൈസ് കണ്ടില്ല, ഈ കാണുന്ന ഈ വെള്ളമൊന്നും ഉണ്ടാവില്ല. അതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് വറ്റി നല്ല ക്ലിയർ ആയിക്കോളും. സൂപ്പർ ടേസ്റ്റുള്ള മസാല കുഴക്കട്ട ഇതാ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ, പ്ലേറ്റിൽ വിളമ്പിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണ്. വെള്ളം വറ്റി ക്ലിയറായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനിപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ ആ ഉള്ള ഇതുകൂടി നല്ല ക്ലിയറായിട്ട് വന്നു. അപ്പോൾ ഞാനിനി ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. നമ്മളെ കുഴക്കട്ട മസാല ഇത് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കി വിളമ്പിയിട്ട് കാണിച്ചു തരാം. മനസ്സിലായില്ല, വെള്ളമൊന്നുമില്ലാണ്ട് അടിപൊളി കുഴക്കട്ട മസാല റെഡി ഇവിടെ. ഇതാ ഗൈസ്, എൻ്റെ കുഴക്കട്ട മസാല ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.